കൃഷിമന്ത്രിക്കൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കൃഷി വകുപ്പ് ഡയറക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ. മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറങ്ങി. കെ.എം. ബഷീറിന്റെ കൊലയാളിയെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ല എന്ന് മാധ്യമപ്രവർത്തകർ അറിയിച്ചതോടെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ പുറത്തിറങ്ങിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ഒന്ന് ഒരു മിനിറ്റ് പൂർത്തീകരിക്കും. ഇതൊന്ന് സബ്ജക്റ്റ് ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഒരു മിനിറ്റ് ശ്രീധർ, ഒരു മിനിറ്റ്. സുനിഷ യെലൂരുണ്ട് നമുക്കൊപ്പം. സുനിഷ, ഒരു സബ്ജക്റ്റും പൂർത്തീകരിക്കാൻ പുതിയ കൃഷിമന്ത്രി ടി സിദ്ദീഖിനെ മാധ്യമപ്രവർത്തകർ സമ്മതിച്ചില്ല. കാരണം നമുക്കറിയാം, കെ.എം. ബഷീറിന്റെ മരണം, കാറിടിപ്പിച്ചുള്ള ആ ഒരു മരണം, അത് മറക്കാൻ മാധ്യമപ്രവർത്തകർക്ക് മാത്രമല്ല കേരളീയ പൊതുസമൂഹത്തിൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൽ ശ്രീറാം വെങ്കിട്ടരാമന്റെ പങ്ക്, ഇയാൾ നേരിടുന്ന ആരോപണങ്ങൾ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാളെ പൊതിഞ്ഞുപിടിച്ച് സംരക്ഷിക്കാൻ പല തലത്തിൽ നടക്കുന്ന ശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അറിയുന്ന മാധ്യമപ്രവർത്തകർക്ക് പ്രതിഷേധിക്കാതിരിക്കാനും കഴിയില്ല. എന്താണിന്ന് സംഭവിച്ചത്? ഷിഹാസെ, അത് തന്നെയാണ്. അതായത് ഇന്ന് നിയമസഭാ സമ്മേളനം കഴിഞ്ഞതിന് ശേഷമാണ് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദീഖ് വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാത്രമാണ് നിയമസഭയുടെ മീഡിയ റൂമിലേക്ക് എത്തുന്നത്. അതിനുശേഷം വാർത്താ സമ്മേളനം ആരംഭിക്കുകയും ചെയ്യുന്നു. പരിസ്ഥിതി ദിനത്തിൽ ചെയ്യേണ്ട പദ്ധതികളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് കൃഷിവകുപ്പിന്റെ ഡയറക്ടർ കൂടിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ ഈ നിയമസഭയുടെ മീഡിയ റൂമിലേക്ക് കയറി വരുന്നത്. പ്രസ് മീറ്റ് നടക്കുന്ന ടി സിദ്ദീഖിന്റെ തൊട്ടടുത്ത കസേരയിലേക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. കെ.എം. ബഷീറിന്റെ കൊലയാളിയായുള്ള ഒരാളെ വാർത്താ സമ്മേളനത്തിൽ ഒപ്പമിരുത്താൻ കഴിയില്ല എന്നുള്ള നിലപാട് മാധ്യമപ്രവർത്തകർ പറയുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പക്ഷേ പിന്നീടാകട്ടെ ഞാൻ ഈ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന ടി സിദ്ദീഖ് പറയുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഈ സബ്ജക്റ്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ, അതിനുശേഷം ഇത് പറയാമെന്നുള്ളതായിരുന്നു മന്ത്രി ടി സിദ്ദീഖ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് മാധ്യമപ്രവർത്തകർ കേൾക്കാൻ കൂട്ടാക്കിയില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാധ്യമപ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുക തന്നെ ചെയ്തു. ഇങ്ങനെ ശ്രീറാം വെങ്കിട്ടരാമനെ, ഈ ആരോപണ വിധേയനായ കൊലയാളിയായ ശ്രീറാം വെങ്കിട്ടരാമനെ ഈ വേദിയിൽ നിന്നും മാറ്റിയില്ല എങ്കിൽ ഞങ്ങൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഇരിക്കില്ല എന്നൊരൊറ്റ നിലപാട് അത് മാധ്യമപ്രവർത്തകർ മുന്നോട്ട് വെക്കുകയായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രതിഷേധത്തെ തുടർന്ന് ശ്രീറാം വെങ്കിട്ടരാം തന്നെ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീറാം വെങ്കിട്ടരാം തന്നെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഏതായാലും അല്പസമയം മുമ്പാണ് ഈ സംഭവം നടന്നത്. നേരത്തെ ഷിയാസ് പറഞ്ഞതുപോലെ തന്നെ 2019 ഈ കൊലപാതകം നടന്നതിന് ശേഷം, വാഹനമിടിച്ച് ബഷീർ മരിച്ചതിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഈ പല ഘട്ടങ്ങളിലും സംരക്ഷിക്കുന്ന നിലപാട് പല ഭാഗങ്ങളിൽ നിന്നും ശ്രീറാം വെങ്കിട്ടരാമനെ സംരക്ഷിക്കുന്ന നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. 2020 കോവിഡിന്റെ മറവിലാണ് അദ്ദേഹത്തെ വീണ്ടും സർവീസിലേക്ക്, ആരോഗ്യ വകുപ്പിലേക്ക് എടുക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടത്. അതിനും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീടൊന്നും തന്നെ ഒരു പബ്ലിക് വേദികളിൽ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുള്ള വേദികളിൽ അദ്ദേഹത്തെ കൂടുതലായി കാണാറില്ല എന്നുള്ളതായിരുന്നു. അദ്ദേഹമുള്ള വേദികളിലെല്ലാം തന്നെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിക്കാറുണ്ടായിരുന്നു. ഇത്തരത്തിൽ തങ്ങളുടെ സഹപ്രവർത്തകന്റെ കൊലയാളിയായ ഒരാളെ അതേ രീതിയിലുള്ള വേദികളിൽ കാണാൻ അല്ലെങ്കിൽ അത്തരം വേദി പങ്കിടുന്നത് സാധ്യമല്ല എന്നുള്ളത് മാധ്യമപ്രവർത്തകർ നേരത്തെ എടുത്ത നിലപാട് തന്നെയാണ്. അതിനുശേഷം കുറച്ചു കാലങ്ങളായി അങ്ങനെ ശ്രീറാം വെങ്കിട്ടരാമനെ പല വകുപ്പുകളുടെ ഭാഗമായും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലുള്ള മാധ്യമ വേദികളിലൊന്നും തന്നെ കാണാറില്ലായിരുന്നു. ഇത്തരത്തിൽ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ അല്ലെങ്കിൽ വകുപ്പുകളുടെ ഒരു പ്രധാന പരിപാടികൾ നടക്കുമ്പോഴൊന്നും കാണാറില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ വീണ്ടും ഇപ്പോൾ കൃഷി വകുപ്പിന്റെ ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം ഈ കൃഷിമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ തൊട്ടടുത്ത എത്തുന്നു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് വലിയ തരത്തിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കെ.എം. ബഷീറിനെ സംബന്ധിച്ചിടത്തോളം കെ.എം. ബഷീറിനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമസഭയ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന സ്ഥലം കൂടിയാണ്. പല ഘട്ടത്തിലും അദ്ദേഹം ഇവിടെ ഈ നിയമസഭയിലെ വാർത്താ സമ്മേളനം എടുക്കാനും നിയമസഭയിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും ഒക്കെ എത്തിയ ഒരാൾ കൂടിയാണ് എന്നുള്ളതാണ്. ആ ഇടത്ത് തന്നെ വീണ്ടും ഈ കൊലയാളിയായ ആരോപണ വിധേയനായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധിക്കേണ്ടത് അത് മാധ്യമപ്രവർത്തകർ, സഹപ്രവർത്തകർ മരണത്തിൽ ആരോപണ വിധേയനായ കൊലയാളിയായിട്ടുള്ള ഈ ഒരു IAS ഉദ്യോഗസ്ഥനെ ശ്രീറാം വെങ്കിട്ടരാമൻ പങ്കെടുക്കുന്ന ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല, ഇത് പകർത്താൻ താല്പര്യമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതേ വാക്കുകൾ തന്നെയാണ്. അതായത് കൊലയാളിയായിട്ടുള്ള ശ്രീറാം വെങ്കിട്ടരാമൻ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് തന്നെയാണ് മാധ്യമപ്രവർത്തകർ പറഞ്ഞത്. തീർച്ചയായും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു, അത് അഭിനന്ദനാർഹവുമാണ്. പക്ഷേ ഓരോ സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും ഇത്തരത്തിൽ കടുത്ത ആരോപണങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആളുകൾ, മന്ത്രിമാരടക്കം സ്വീകരിക്കുന്നത്. അത് വിമർശിക്കപ്പെടേണ്ടതുമാണ്, തിരുത്തപ്പെടേണ്ടതുമാണ്.